ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ചോദിച്ചു അങ്ങനെ സർവീസ് റോഡ് ഇല്ലാതെ നമ്മുടെ ഓട്ടോ ബൈക്ക് എങ്ങനെ പോകാന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ടോളിൻ്റെ അടുത്ത് സർവീസ് റോഡ് കൊടുത്ത് ആർക്കെങ്കിലും ഇതിൻ്റെ മുകളിൽ കൂടി പോവോ, എല്ലാവരും സർവീസ് റോഡ് കൂടിയേ പോകില്ല എന്നാണ് ചോദിച്ചത്. ശരിയാണ്. അപ്പോൾ ഈ ടോളിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഓട്ടോ ബൈക്കിന് ഇവിടെ കുറച്ച് ഏരിയയിൽ പോകാനുള്ള അവസരം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് ഹൈലൈറ്റ് ജംഗ്ഷൻ്റെ ഏരിയയിൽ ഇവിടെ ഒരു സർവീസ് റോഡിൻ്റെ വർക്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ ഇവിടുന്ന് രാമനാട്ടുകര വരെയുള്ള വർക്ക് ഏതൊക്കെ ഇനി നടക്കാനുണ്ട്, ഏതൊക്കെ തീരാനുണ്ട് എന്നുള്ള കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ മെട്രോ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഇവിടെ കോൺക്രീറ്റ്, സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് ഒക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അടിയിൽ ഫൗണ്ടേഷന് അടിപൊളിയാട്ടോ. ഫൗണ്ടേഷനൊക്കെ സൂപ്പറാണ്. കുറച്ച് താഴ്ചയിൽ, പിന്നെ ഇവിടെ കരിമ്പാറാണല്ലോ, അതുകൊണ്ട് ഫൗണ്ടേഷനൊന്നും ആവില്ല. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും വാള് തള്ളാതിരിക്കാൻ അത്യാവശ്യം 1.5 അടി തിക്കിലാട്ടോ ഇവരിവിടെ ഈ വാള് വാർക്കുന്നത്. അടിയിൽ കുറച്ച് വീതി കൂടിയിട്ട് മുകളിൽ കുറച്ച് വീതി കുറഞ്ഞ് അങ്ങനെ കുറച്ചുകൂടി വീതിയൊക്കെ കൂട്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഇവർ ഹൈറ്റ് കൂടിയ ഭാഗത്തേക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുമായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ അവരെ അത്ര മതിയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഏതായാലും ഈ സർവീസ് റോഡിൻ്റെ വർക്കും കൂടി അവിടെ കഴിയണം. ടോൾ പ്ലാസ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ബ്ലോക്ക് നടക്കാന്ന് പറഞ്ഞാൽ ടോൾ കൊടുത്ത ടോൾ ഏകദേശം ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ടോൾ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ ടോൾ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ദേഷ്യം പിടിക്കട്ടോ. ഇതാട്ടോ നമ്മുടെ ഹൈലൈറ്റ് ജംഗ്ഷൻ തന്നെ പറയാം, ഹൈലൈറ്റ് നഗരം തന്നെ പറയാം. ഹൈലൈറ്റിന് മാത്രം അവകാശപ്പെട്ടല്ലോ കേട്ടോ. നമ്മുടെ ലാൻഡ്മാർക്കിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു കൂട്ടം അവിടെ ഉണ്ട്. ഗാലക്സി 40 ലെയറുള്ള ബിൽഡിങ് അവിടെ വരുന്നുണ്ട്. ഇവിടെ ബിൽഡിങ്ങുകളുടെ ഒരു ചാകര തന്നെ വരുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ വരുന്നത് ഇവിടെ ആണോ? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മെട്രോ ഹോസ്പിറ്റൽ. പിന്നെ ഇവിടെ പുതിയൊരു നെസ്ലെ റൂംസ് ആൻഡ് ബാങ്കറ്റ് സംഭവം. റൂമുകളൊക്കെ നല്ലൊരു അടിപൊളി ബിൽഡിങ്, അടിപൊളി സാധനം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അതല്ലല്ലോ നമ്മുടെ വിഷയം. NH66 സർവീസ് റോഡിൻ്റെ വിഷയമല്ലേ. ഇപ്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ വർക്കിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് മോൾ ഭാഗം തന്നെ കുറച്ചുകൂടി കാഴ്ചകളുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ മണ്ണെടുത്ത് ലെവലാക്കി പോകുന്നുണ്ട് കേട്ടോ. സർവീസ് റോഡ് നല്ല പൊങ്ങിയിട്ടാണ് ഇവിടെ വരിക. ഏകദേശം 25 അടിയോളം ആ സെൻട്രൽ ഭാഗത്തേക്ക് ഹൈറ്റ് വരുന്നുണ്ട്. ആ 25 അടിയിൽ നിന്ന് പിന്നെ അതുകൂടാതെ ഒരു 25 അടിയോളം പിന്നെയും ഹൈറ്റ് വരുന്നുണ്ട് നമ്മുടെ ഹൈലൈറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബൗണ്ടറിൻ്റെ അടുത്തേക്ക്. സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ഇതിന് നല്ലൊരു വാൾ ഇവിടെ വേറെ വർക്ക് അത് വേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ ഒരു ചീടിമണ്ണ് പോലത്തെ ഒരു മണ്ണാണ് ഇവിടെ, പാറല്ല, പാറ അടിയിലേക്കാണ് കരിമ്പാറ ഉള്ളത്. അപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടും വലിയൊരു വാളിൻ്റെ വർക്ക് ഇവിടെ ഈ സൈഡിലും വേണ്ടി വരും. അപ്പോൾ നല്ലൊരു വർക്ക് തന്നെയാണ്. പക്ഷേ ടോള് ഓൺ ആവണതിന് ഈ വർക്കൊന്നും തടസ്സമില്ല കേട്ടോ. ഈ വർക്ക് കഴിയണമെങ്കിൽ ഇനിയും മാസങ്ങൾ പിടിക്കും. അപ്പോൾ അത്രയും കാലം ഫുൾ വർക്ക്, റോഡിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞ് അവർ ടോള് പിരിക്കാതിരിക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ടോള് ഓപ്പൺ ആക്കാൻ പോകുന്നത്. ഈ മെട്രോ ഹോസ്പിറ്റലിൽ അവിടുന്ന് ഒരുപാട് വാഹനങ്ങൾ ഇതാ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. സർവീസ് റോഡ് ഇവിടെയൊക്കെ ഓപ്പൺ ആണെന്ന് വിചാരിച്ചിട്ട് സർവീസ് റോഡിലൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് അങ്ങോട്ടൊക്കെ തന്നെ പോകുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. സർവീസ് റോഡ് മെട്രോൻ്റെ ഇതാ ഇതുവരെ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡില്ല. അപ്പോൾ അതുകൊണ്ട് അതിലേ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ് നാവ് എടുത്തിട്ടുള്ളൂ. വാഹനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒക്കെ ഹൈലൈറ്റിലേക്ക് വരുന്ന വാഹനങ്ങളാണ്. ഒക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകണം. ഒരു വാഹനം വന്നാൽ അതിൻ്റെ പിന്നാലെ മറ്റൂല അങ്ങോട്ട് വരും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ ഈ റോഡിൻ്റെ ഈ സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ വർക്ക് ഇതാ ഫൗണ്ടേഷന് അടിപൊളി കോൺക്രീറ്റ് 2 ഭാഗത്തേക്കും ഒരു 2 മീറ്റർ വീതിയിലാട്ടോ ഇവരിവിടെ കിളെടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല കനത്തിൽ തന്നെ അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ആ വാളും അത്യാവശ്യം കനത്തിൽ തന്നെ ആയിരിക്കണം, എന്നാൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ മണ്ണ് തള്ളാനില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവർ ശരിക്കും ഈ ഭാഗത്ത് സൈഡ് പലക വെക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നത്. അതിന് ഫുള്ളായിട്ട് അവിടെ കോൺക്രീറ്റ് ഇട്ടാൽ. പക്ഷേ വർക്ക് എപ്പോഴും എൻജിനീയറിങ് വർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അളവുണ്ടായിരിക്കും. അതാണ് എൻജിനീയറിങ് വർക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഇവിടെ
അടിയത്തെ ഫൗണ്ടേഷൻ ഒരിക്കലും താന്നു പോകില്ല കേട്ടോ അവിടെ. അതൊരു നല്ല കാര്യമാണ്. ഇവിടുത്തെ പാറ കണ്ടകൾ അടി ഫുള്ള് കരിമ്പാറാണ്. കരിമ്പാറിൻ്റെ ഉള്ളിൽ ഡ്രില്ല് ചെയ്തിട്ട് കമ്പി അടിയിൽ പിടുത്തിട്ടിട്ടുണ്ട് കണ്ടോ, ഫുള്ള് കണ്ടോ. ഇനി ഇവിടേക്കുള്ള മണ്ണൊക്കെ എടുത്ത് ഇതുവരെയുള്ള ഈ ഹൈറ്റിലുള്ള മണ്ണൊക്കെ ഇവിടെ ഇട്ടതാട്ടോ. ഇതൊക്കെ ഇവർ ആദ്യം പാറ കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് റോഡ് ലെവലാക്കാൻ വേണ്ടി ചെയ്തു വെച്ചതാണ്. ഇത് ആ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഇത് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ നല്ല ബ്ലോക്കായിരിക്കും. ടോള് ഏകദേശം ഓപ്പൺ ആവാൻ പോവല്ലേ. അല്ല ഇതൊക്കെ ഫുള്ള് കരിമ്പാറ തന്നെ കേട്ടോ. കരിമ്പാറ കട്ട് ചെയ്ത വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ ഇടയിൽ ഈ ഭാഗത്ത് കുറച്ച് മണ്ണുകളൊക്കെ ഉണ്ട്. അതിലൂടെയാണ് വെള്ളം. ഇനി വെള്ളമൊന്നും വരാനില്ല. അവിടെയുള്ള മലകളൊക്കെ മൊത്തം ഇടിച്ച് പൊളിച്ച് ബിൽഡിംഗ് ആയില്ലേ. ഇനി ഇവിടെ കുറച്ചൊരു മണ്ണും കൂടി ഉണ്ട്. അതുകൂടി എടുത്ത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം വരവൊക്കെ അവിടെ നിന്നോളും. ഇതൊക്കെ മല കുടിച്ച വെള്ളം ഇങ്ങനെ കിനിഞ്ഞിറങ്ങുന്ന വെള്ളമാണ്. ഈ ഭാഗത്തൊക്കെ സൈഡ് വാള് കണ്ട. ഒരു ഭാഗത്ത് ഷീറ്റ് വെക്കണ്ട, ഈ ഭാഗത്ത് വെച്ച് മൊത്തം അങ്ങോട്ട് കോൺക്രീറ്റ് ആണ് നിറച്ചാൽ മതി സംഭവം. പിന്നെ അതിൻ്റെ ഉള്ളിൽ മണ്ണിട്ടിട്ട് പിന്നെ തള്ളിപ്പോന്ന് പേടിക്കാനില്ലല്ലോ. പിന്നെ അതുകൂടാതെ ഇവർക്ക് ശരിക്കും ഇതിലിടുന്ന കമ്പി ഇതിലേക്ക് ഹോൾസ് ഇട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ വാളിനൊരു പിടുത്താവൂലേ. അങ്ങനെയൊക്കെ നോക്കാമല്ലേ. ഏതായാലും അവിടേക്ക് ഇനി പോയി വീഡിയോ എടുക്കാൻ പറ്റും തോന്നില്ല. അവിടെയൊക്കെ ഫുള്ള് തിരക്കാണ്. പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും. അവിടെ ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീണിട്ട് അവിടെ താൽക്കാലികമായിട്ട് കോറി വേസ്റ്റും മറ്റുള്ള CTSP മിക്സിംഗ് ഒക്കെ ഇട്ട് താൽക്കാലികമായിട്ട് ടൈറ്റാക്കി വെച്ച ഏരിയ ആണ്. ഇനി അതൊക്കെ എടുത്ത് മാറ്റണം. എടുത്ത് മാറ്റുന്ന സമയത്ത് ഏതായാലും അടുത്ത മഴക്കാലത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. മഴക്കാലത്തിൻ്റെ ഉള്ളിലെ സൈഡ് വാളും മുകളിലുള്ള സൈഡ് വാളൊക്കെ സെറ്റപ്പാക്കി വാർത്താൽ ഒക്കെ മെല്ലെ അങ്ങനെ കഴിച്ചിലായി പോകാം. അല്ലാഞ്ഞാൽ അവിടെ ഒരു ഡേഞ്ചർ ഏരിയ ആണ്. ഈ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു 25 അടിയോളം ഹൈറ്റിലായിരിക്കും കേട്ടോ നമ്മുടെ സർവീസ് റോഡ് വരുന്നത്. നോക്കി നിങ്ങൾ. ഇത് നമ്മളെ വീഡിയോയിൽ കാണുമ്പോൾ ഒന്ന് ഇങ്ങനെ ലെവലിൽ നോക്കണായിരിക്കും ഉണ്ടാവില്ലേ. പക്ഷേ ഇവിടെ നിന്നാലേ അറിയുള്ളൂ കേട്ടോ. ശരിക്കും ഈ റോഡിൽ നിന്ന് കറക്റ്റ് ഹൈലൈറ്റ് ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഏകദേശം 50-60 അടി ഹൈറ്റ് ഉണ്ടാവും. ചിന്തിക്കാൻ പറ്റുമോ? ആ ഒരു ഇതാണ് സൈഡ് വാൾ കൊണ്ട് സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ക്യാൻസിൻ്റെ വർക്കിൽ ഇവിടുന്ന് ടോള് മുതൽ രാമനാട്ടുകര വരെ വേറെ അതൊക്കെ വർക്കുണ്ട് നടക്കാനുള്ള. ആ കാഴ്ചകളും കാണിച്ചു തരാം. ടോളിലുള്ള കാഴ്ചകളും കാണിച്ചു തരാം. ഇപ്പോഴും ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തള്ളിയിട്ടാ. ഇവിടെ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വർക്കുണ്ട്. ഇവിടെ നമ്മുടെ രാമനാട്ടുകരക്കും അതുപോലെ ഐഞ്ഞിലത്തിനും ഇടയിലായിട്ട് പാറമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തൊട്ടടുത്ത ആഴ്ചകളിൽ അത് പാസ്സായതാണെന്ന് തോന്നുന്നു. ഏതായാലും ഇവിടെ അതിനെ പറ്റിയുള്ള ഒരു ഇതില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ നിൽക്കണ ഇവിടെ ഞാൻ പെട്ടെന്ന് കണ്ടു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിയാറായി. സെൻട്രൽ ഭാഗത്തുള്ള കാല് വെച്ചിട്ടുണ്ട്. ഇനി ആ ഭാഗത്ത് ഇനി ഈ ഭാഗത്ത് ഫിറ്റ് ചെയ്യാണ്ട്. ഏതായാലും ഇവിടെ അത്യാവശ്യം കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടുന്ന് ആളുകൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് കാണാം. ഇവിടെ ആണെങ്കിൽ അവർ ഡിവൈഡർ അടച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും. എന്തായാലും ഇവിടെയുള്ള ജനങ്ങൾ കൂടി ഇവിടെ നേടിയെടുത്തു. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ കൊടൽനടക്കാവ് മൂർക്കനാട് ഭാഗത്ത് ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഉള്ളത്. അങ്ങനെ കോഴിക്കോട് ബൈപ്പാസിൽ രണ്ടാമത്തെ ഫുട് ഓവർ ബ്രിഡ്ജ് കൂടി വരുന്നു കേട്ടോ. ഇതാണ് നടക്കാനുള്ള വേറൊരു വർക്ക്. നമ്മുടെ അറപ്പുഴ പാലത്തിൻ്റെ മൂന്നാമത്തെ പാലം എന്ന് പറഞ്ഞാൽ പഴയൊരു പാലം ഇവിടെ നിലവിലുള്ളതാണ്. ഒരു പാലത്തിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. 3 വരിപ്പാത ഫുൾ വർക്ക് കഴിഞ്ഞ് തുറന്നു കൊടുത്തതാണ്. ഇനി ഇവിടെയാണ് നമ്മുടെ പാലത്തിൻ്റെ സ്പാനിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടേക്കുള്ള ഗാഡറുകൾ വരണം. ഇവിടേക്കുള്ള ഗാഡറുകൾ പൂനെയിൽ നിന്ന് വരുന്ന ഗാഡറുകളാണ്. നമ്മുടെ കോരപ്പുഴ പുറക്കാട്ടിരി പാലത്തിനൊക്കെ ഉപയോഗിക്കുന്ന സെയിം വർക്കാണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സർവീസ് റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന കുറച്ച് വർക്ക് വേറെ ഉണ്ടാകും.
അങ്ങനെയുള്ള വർക്ക് നമ്മുടെ അറപ്പയ ഭാഗത്തുണ്ട്. അതുപോലെ അവിടെ ആ തലക്കലും സർവീസ് റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന കാഴ്ചകളുണ്ട്, വർക്കുകളുണ്ട് കേട്ടോ. കുറേ കാലം ബ്ലോക്കും കാര്യമൊക്കെ ആയിട്ട് നടന്ന ഒരു അറപ്പയ ഇപ്പം എന്തായാലും ഉഷാറായിട്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ക്യാൻസിൻ്റെ വർക്ക് ഒരാഴ്ചയും കൂടിയൊക്കെ ഉള്ളൂ തോന്നുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ടോള് ഉദ്ഘാടനം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ പന്തീരങ്കാവ് മുർക്കനാട് ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇടിഞ്ഞു പോയില്ല, അവിടെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഏകദേശം ഫിനിഷിങ് ആക്കിയിട്ടുണ്ടോ. ഒരു ക്രാഷ് ബരിയറൊക്കെ ഉഷാറാക്കിയിട്ട് നല്ല പവറിൽ വാർത്തിട്ടുണ്ട്. അവിടെ ഗിൽസ് അമ്പലത്തിലേക്ക് പിന്നീട് എന്തെങ്കിലും സ്റ്റെപ്പ് വെക്കണമെങ്കിൽ അവിടെ ഒരു ഒഴിവ് കൊടുത്തതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ആയിരിക്കും, അവർക്ക് പിന്നീട് അവിടേക്ക് സ്റ്റെപ്പ് വെച്ചാൽ റോഡിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാലോ. ഇവിടെയുള്ള വർക്ക് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സർവീസ് റോഡിൻ്റെ വർക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ പന്തീരങ്കാവ്, അതാ കാണുന്ന പന്തീരങ്കാവ് എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു കരിമ്പാറ കട്ട് ചെയ്തിട്ടായിരുന്നു ഇവിടെ റോഡിൻ്റെ സൈഡൊക്കെ നിർമ്മിച്ചിരുന്നത്. ഈ അതിൻ്റെ മുകളിൽ കുറച്ച് പാറകൾ കൂടിയൊക്കെ കട്ട് ചെയ്യാണ്ട് ഒരു കഷ്ണം ഡേഞ്ചർ അവസ്ഥയിലുള്ള. അപ്പോൾ ഇവിടെ സൈഡ് വാള് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് പൊക്കി. ഇനി ഏകദേശം ഒരു ആ ലെവലുണ്ടാവും, കുറച്ചൊരു കയറ്റം കയറി ഇറങ്ങണം കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റൽ, മൂർക്കനാട് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ആളുകൾ ഇതിലെ കുറച്ചൊന്ന് കയറി ഇറങ്ങിയിട്ട് വേണം സർവീസ് റോഡിലൂടെ. അതിൻ്റെ വർക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ടോളിൻ്റെ ഭാഗത്ത് നടക്കാനുള്ള വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ബ്രിഡ്ജിൻ്റെ വർക്ക്, പാലത്തിൻ്റെ വർക്ക് നടക്കാണ്ട് അവിടെ ഫിനിഷിംഗ് ഘട്ടത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മണ്ണിട്ട് നികത്തി ഏകദേശം ഫില്ലായിട്ടുണ്ട്. സൈഡ് വാളിൻ്റെ കോൺക്രീറ്റുകളൊക്കെ കഴിഞ്ഞതാണ്. ഇനി മണ്ണിട്ട് നികത്തി പൊക്കുക സംഭവമൊക്കെ. ഇവിടുത്തെ ഡിവൈഡറിൻ്റെ മുകളിൽ ഇവിടെ ഡിസൈൻ കമ്പികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ടോൾ എന്തായാലും അതിസുന്ദരമായി പല ക്വാളിറ്റിയിലുള്ള വർക്കുകളൊക്കെ കൂടിയായിട്ട് സുന്ദരമാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ചോദിച്ചു എങ്ങനെ സർവീസ് റോഡ് ഇല്ലാതെ നമ്മൾ ഓട്ടോ ബൈക്ക് എങ്ങനെ പോകാമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ടോളിൻ്റെ അടുത്ത് സർവീസ് റോഡ് കൊടുത്ത് ആരെങ്കിലും ഇതിൻ്റെ മുകളിൽ കൂടി പോവോ, എല്ലാവരും സർവീസ് റോഡ് കൂടിയേ പോകില്ല എന്നാണ് ചോദിച്ചത്. ശരിയാണ്. അപ്പോൾ ഈ ടോളിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഓട്ടോ ബൈക്കിന് ഇവിടെ കുറച്ച് ഏരിയയിൽ പോകാനുള്ള അവസരം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഓട്ടോ ബൈക്ക് ആ വയലിൽ കൂടി ചുറ്റി അപ്പുറത്ത് കൂടിയൊക്കെ പോകേണ്ടി വരും. അങ്ങനെയുള്ള ഏരിയകളും മറ്റുള്ള വാഹനങ്ങൾ തിരഞ്ഞെടുത്താൽ സ്വീപ്പാവും അല്ലേ. ടോളിൻ്റെ അവിടെ ഒരു പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ടല്ലോ. എല്ലാ ലൈനിലും വാഹനങ്ങൾ തുറന്നു കൊടുത്തിട്ട് എല്ലാ ഗ്യാപ്പുകളും അവർ ചെക്ക് ചെയ്യാൻ തോന്നുന്നു അവിടെ. ഏതായാലും ഇന്ന് നമ്മുടെ ടോളിൽ ഇവർ ചെക്കിങ് നടത്താം കേട്ടോ. ഫുൾ പൈസ കളക്ട് ചെയ്യുന്നില്ല, പക്ഷേ അവർ നോക്കാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ വടി ഉണ്ടല്ലോ അത് താഴെ പൊന്ത് ചെയ്യും. അപ്പോൾ അത് ഓക്കാണെന്ന് ചെക്ക് ചെയ്യാണ്. ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനത്തിൻ്റെ ഇത് വടി അവിടെ തന്നെ നിന്നാളുണ്ട് കേട്ടോ. അപ്പോൾ അവരത് അങ്ങോട്ട് നീക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഫുള്ള് എല്ലാ ട്രാക്കിലും അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. 1 2 3 4 ട്രാക്കിൽ 1 2 3 4 5 ട്രാക്ക്. ഇതാണ് വലിയ ട്രാക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.